ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വിഷമത്തോടു കൂടിയിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് സുഭാഷും ഹരീഷും. നിധി തന്നെ കസിൻ ബ്രദർ ആണെന്ന് ഓഫീസിലുള്ളവരെ പരിചയപ്പെടുത്തിയത് തനിക്ക് വിഷമമായി പോയെന്നും നിധി തന്നെ ഒരു ഭർത്താവായി കാണുന്നില്ല എന്നും ഒക്കെ സുധീഷ് പറയുകയാണ്. അവൾ എന്നെ മനസ്സിലാക്കാത്തതിലും തിരിച്ചറിയാത്തതിലും എനിക്ക് എത്രമാത്രം വേദനയുണ്ടെന്ന് സുഭാഷേട്ടൻ അറിയാലോ. എന്നിട്ടും ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ശ്രമം സുഭാഷേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടനെ അവളൊരു സഹോദരന്റെ സ്ഥാനത്ത് കാണുന്നത് കൊണ്ടാ എന്നെ അവള് സഹോദരന്റെ സ്ഥാനത്ത് കാണുന്നത്. അവൾ എന്നെ ഒരിക്കലും ഭർത്താവായി കാണില്ല. സുഭാഷ് ചോദിക്കുന്നു, നീ എന്താടേ പറയുന്നേ? ആ കുട്ടി എന്നെ സഹോദരനായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ നിന്നെയും സഹോദരനായിട്ട് കാണുന്നു എന്നല്ല അർത്ഥം. ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടന് കണ്ടതല്ലേ, ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ കസിനാണെന്ന് പറഞ്ഞില്ലേ, അമ്മാവന്റെ മകനാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പൊ ഹരീഷ് പറയുകയാണ്, അമ്മാവന്റെ മകനെയും കസിൻ എന്നല്ലേ വിളിക്കുക. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടനെ അവള് സഹോദരന്റെ സ്ഥാനത്ത് കാണുന്നത്, ഞാൻ സുഭാഷ് ഏട്ടന്റെ അനുജൻ, അപ്പം എന്റെ സ്ഥാനം എന്താ? അപ്പൊ സുധീഷ് പറയുകയാണ്, അവരെന്ത് വിചാരിച്ചാലും നമുക്ക് എന്താടാ, നമുക്കറിയാലോ നമ്മൾ ഓരോരുത്തരും ആരാണെന്ന്. അപ്പൊ സുധീഷ് പറയുകയാണ്, അവൾ ഇത്രയും കാലവും ഞാൻ അവളുടെ ഭർത്താവാണെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ അവള് കസിൻ ആണെന്ന് പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ എല്ലാവരോടും പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നോക്ക് സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. നിധി പക്ഷേ ഇനി സുഭാഷ് ഏട്ടനെ സഹോദരനായി കാണാൻ പാടില്ല. സുഭാഷ് ഏട്ടൻ തന്നെ നിധിയോട് പറയണം എന്നെ സഹോദരനായി കാണരുതെന്ന്. സുഭാഷ് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയും? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ പറഞ്ഞേ പറ്റൂ, ഇനി എനിക്ക് പറ്റില്ല. സുഭാഷേട്ടൻ ഇത് പറഞ്ഞില്ലെങ്കിൽ സഹോദരനാണെന്ന് പോലും ഞാൻ നോക്കില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷേട്ടാ ഇതെല്ലാം കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്റെ വിഷമം എനിക്ക് അറിയും. ഇന്നൊരുത്തൻ ഇവിടെ വന്നില്ലേ, സിദ്ധാർത്ഥ്, അവൻ നിധിയെ നോക്കുന്ന രീതിയെ ശരിയല്ല. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, വെറുതെ ഇരിക്കടാ, ഇങ്ങനെയല്ലേ നീ നിധിയോട് ഓഫീസിലാരോ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഓഫീസിൽ ചെന്നാ വഴക്കുണ്ടാക്കിയത്? സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ അത് വേറെ ഇത് വേറെ, അത് ഞാൻ കേട്ടതിൽ മിസ്റ്റേക്ക് വന്നതാ. പക്ഷെ ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. എല്ലാവരും സുഭാഷേട്ടനെ പോലെയല്ല. നിനക്ക് നിധി ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇനി എന്നെ സഹോദരനായി കാണണ്ടെന്ന് പറയണം. സുഭാഷ് ചോദിക്കുന്നു, എടാ ഞാൻ എങ്ങനെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി അത് പറയും? അപ്പൊ സുധീഷ് പറയണ, എനിക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. സുഭാഷ് ഏട്ടൻ പറയുന്നാ നല്ലത്, അല്ലെങ്കിൽ ഞാൻ എന്റെ സ്റ്റൈലിൽ പറയും. അപ്പൊ സുഭാഷ് പറയണ, വേണ്ടടാ ഞാൻ തന്നെ പറഞ്ഞോളാം. എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. സുധീഷ് പറയണ, എങ്ങനെയെങ്കിലും പറ, ഇനി അവള് സുഭാഷ് ഏട്ടനെ സഹോദരനായി കാണരുത്, അത് സുഭാഷ് ഏട്ടന്റെ ഉത്തരവാദിത്വം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇവൻ ഇങ്ങനെ? അപ്പൊ നികേഷ് പറയണ, കസിൻ എന്ന് പറഞ്ഞത് സുധീഷ് ഏട്ടന് വല്ലാണ്ട് ഫീലായി. സുഭാഷ് ഏട്ടൻ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്ക്. തുടർന്ന് നിധി ഓഫീസിൽ നിന്ന് വരുമ്പോൾ സുഭാഷ് ഏട്ടൻ അത് പറയാന്ന് പറഞ്ഞ് സുഭാഷിനെ ശല്യം ചെയ്യുകയാണ്. തുടർന്ന് അരികിലേക്ക് വന്ന നിധിയോട് സുഭാഷ് പറയുന്നു, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു, മോൾ ഇനി എന്നെ സഹോദരനായിട്ട് കാണരുത്. ഇത് കേട്ട് ഞെട്ടി നിധി സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അതെ ഇനി എന്നെ സഹോദരനായി കാണരുത്, ഞാൻ സ്വന്തം സഹോദരനൊന്നും അല്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, അത് ശരിയാ, നിധിയുടെ സഹോദരൻ തക്കരയിലാണ്, സുഭാഷ് ഏട്ടൻ നിധിയുടെ സഹോദരനല്ലല്ലോ. പെട്ടെന്ന് നിധി പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും സുധീഷും എല്ലാം. മോള് കരയില്ലേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എന്റെ അച്ഛനും അമ്മയും ചേട്ടനും ഏട്ടത്തിയും ഒക്കെ കൂടില്ലാത്ത എന്റെ സങ്കടം ഞാൻ മാറ്റുന്നത് സുഭാഷ് ഏട്ടനിലൂടെയാ. സുഭാഷ് ഏട്ടനാ എനിക്ക് അവരെല്ലാവരും. സുഭാഷ് ഏട്ടൻ എങ്ങനെ തോന്നി ഞാൻ സഹോദരനായിട്ട് കാണരുതെന്ന് പറയാൻ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടൻ അത് പറ. സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിധി മോളെ കരയില്ലേന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷും ഹരീഷും പറയുകയാണ്, എടുത്തി കരയില്ലേ? കരഞ്ഞോണ്ട് സുഭാഷ് പറയുന്നു, മോള് കരഞ്ഞാൽ എനിക്കും കരച്ചിൽ വരും. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് സുഭാഷിനെ സഹോദരനായിട്ടേ കാണാൻ പറ്റും. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഞാൻ മോളുടെ സഹോദരനാ, മോൾ എന്നെ സുഭാഷ് ഏട്ടാന്ന് വിളിച്ചാൽ മതി. ഞാൻ മോളുടെ മൂത്ത സഹോദരൻ. ഹരീഷും നികേഷും മോളുടെ അനിയന്മാരാ, അതായത് ഇളയ സഹോദരന്മാർ. സുധീഷ് പോലും മോളുടെ. സുധീഷ് ദേഷ്യത്തോടു കൂടി വിരൽ ചൂണ്ടി സുഭാഷിനോട് പറയുന്നു, സുഭാഷ് ഏട്ടാ കൊന്നു കളയും ഞാൻ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അവന്റെ കാര്യം വിട, മോള് കരയാതെ. മോക്ക് സഹോദരങ്ങളായി ഞങ്ങള് 3 പേരുണ്ട്, ആരുമില്ലെന്ന് മോള് വിചാരിക്കരുത്. ഇതെല്ലാം കേട്ട് കണ്ണീര് തുടച്ച് നിധി റൂമിലേക്ക് പോകുമ്പോൾ എന്റെ വിധി എന്ന് പറഞ്ഞ് തലക്കടിച്ചുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രാത്രി പുറത്തിരിക്കുന്ന ഹരീഷും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് ദേഷ്യത്തോടു കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സുഭാഷ് അവിടേക്ക് വരുമ്പോൾ നികേഷ് പതിയെ പറയുന്നു, സുഭാഷ് ഏട്ട അകത്ത് പോയിക്കോ. സുധീഷ് ഏട്ടൻ നല്ല ദേഷ്യത്തിലാണ്. എനിക്ക് ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് ഓടി വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ എവിടെ പോവാ? ഞാൻ സുഭാഷ് ഏട്ടനോട് എന്താ പറഞ്ഞത്? സുഭാഷ് ഏട്ടൻ എന്താ ചെയ്ത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സഹോദരനായിട്ട് കാണരുതെന്ന് പറഞ്ഞ ഉടനെ ആ കുട്ടി കരഞ്ഞത് കണ്ടില്ലേ? സുഭാഷ് ഏട്ടനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതെല്ലാം വേണോന്ന് കരുതി ചെയ്തത്. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടൻ അങ്ങനെ ചെയ്യുമോ സുധീഷ് ഏട്ടാ? അപ്പൊ സുധീഷ് പറയുന്നു, ഇതിയോട് സഹോദരനായി കാണരുതെന്ന് പറയാൻ പറഞ്ഞതാണ് ഞാൻ സുഭാഷ് ഏട്ടനോട്. ഇതിന് സുഭാഷ് ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞേ? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ നല്ലതിനു വേണ്ടിയാ ചെയ്തത്, ഏട്ടത്തി കരയുമെന്ന് സുഭാഷ് ഏട്ടൻ അറിയായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, അവള് കരഞ്ഞു. അപ്പൊ സുഭാഷ് ഏട്ടൻ എന്താ പറയുന്നത്? മോള് കരയരുത്, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞാ പോരെ? ഞാൻ സഹോദരനാ, എന്റെ അനിയന്മാര് സഹോദരനാ, ഇങ്ങനൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്നോടൊരു സ്നേഹമില്ലേ? അപ്പൊ സുഭാഷ് പറയണ, നീ ഇങ്ങനെയൊന്നും പറയല്ലേടാ,
പറയടാ. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? ഏട്ടത്തി സുഭാഷ് ചേട്ടനെ സഹോദരനായി കാണുന്നത് കൊണ്ട് സുധീഷ് ചേട്ടനും ഏട്ടത്തിയുടെ സഹോദരനാകില്ല. ഇത്രയും കാലവും അവൾ എന്നെ സഹോദരനായിട്ട് കണ്ടു കാണില്ല. പക്ഷെ ഇന്ന് സുഭാഷ് ചേട്ടന്റെ സംസാരം കേട്ടതോടുകൂടി ഞാനും അവളുടെ സഹോദരനായി കാണും. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ നിന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോടാ. നിന്നെ കണ്ട ഉടനെ ഞാൻ നിർത്തിയില്ലേ. അപ്പൊ സുധീഷ് പറയണ, അത് വലിയ കാര്യമാണല്ലോ. അപ്പൊ സുഭാഷ് പറയണ, ശരി, ആ കുട്ടി എന്റെ സഹോദരി അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നീ എന്റെ സഹോദരനല്ലാന്ന് ഞാൻ പറയാം. അപ്പൊ ഹരീഷ് പറയണ, ഇത് സൂപ്പർ ഐഡിയ. സുധീഷ് ചേട്ടൻ നമ്മുടെ സഹോദരനല്ല എന്ന് പറഞ്ഞ് സുധീഷ് ചേട്ടനെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാം. നികേഷ് പറയണ, ഇതാ നല്ല ഐഡിയ എന്ന് എനിക്കും തോന്നുന്നു. സുധീഷ് പറയുന്നു, ഞാൻ സുഭാഷ് ചേട്ടന്റെ സഹോദരനല്ലെങ്കിൽ അവളുടെ സഹോദരനാകില്ല. ഓക്കെ. തുടർന്ന് രാവിലെ സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ്, നമുക്കിന്ന് അഡ്വക്കേറ്റിനെ കണ്ടാലോ? ഇന്നൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അതെ ഇന്ന്. എന്താ ഇത്ര ധൃതിന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, മാറ്റിവെക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ, നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം. സുധീഷ് പറയുന്നു, നമ്മൾ മാത്രം പോകണമെന്ന് വിചാരിച്ചാൽ ശരിയാകില്ല. അഡ്വക്കേറ്റ് ഫ്രീ ആണോ എന്ന് ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ട് പറയാം. അവൻ നിധി പറയണ, അതൊക്കെ ഞാൻ ചോദിച്ചു. നമ്മൾ അന്ന് കണ്ട അഡ്വക്കേറ്റ് അല്ല, ഇന്ന് വേറൊരു അഡ്വക്കേറ്റിനെ കാണാനാ നമ്മൾ പോകുന്നത്. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി, അപ്പൊ എല്ലാം റെഡിയാക്കിയിട്ടാണ് നിധി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ നിധി പറയണ, ഞാൻ അഡ്വക്കേറ്റുമായി സംസാരിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അഡ്വക്കേറ്റിനെ പോയി കാണണം. നമുക്ക് പോയി കാണാം. അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, എഴുതി എന്താ സുധീഷ് ചേട്ടനുമായി ഒരു രഹസ്യം? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി എല്ലാവരെയും അവിടേക്ക് വിളിക്കുകയാണ്. ശേഷം നിധി പറയുന്നു, ഞാനും സുധീഷും കൂടി ഇന്ന് അഡ്വക്കേറ്റിനെ കാണാമെന്ന് വിചാരിക്കുക. എന്തിനാണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം തന്നെ. നടന്നത് ഒരു കല്യാണം അല്ലെന്ന് എനിക്കും അറിയാം, സുധീഷിനും അറിയാം. സുധീഷിനെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് എന്റെ ഹസ്ബൻഡായി മാറിയതാ. നിയമപരമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ. ലീഗലി ഇതൊരു കല്യാണം അല്ലെന്നാകണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നത്. ഹരീഷ് ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ നിധി പറയുന്നു, പറയൂ ഹരീഷ്. അപ്പൊ ഹരീഷ് അറിയണം, ഒന്നുമില്ല, അതൊക്കെ ഇപ്പൊ തന്നെ വേണമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, വേണം സുഭാഷ് ഇട്ടാ, ഈ കല്യാണം രജിസ്റ്റർ ആകും. ലീഗലി ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആകുമെന്ന് ഞങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ല. അതാദ്യം ഇല്ലാതാക്കണമല്ലോ. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, നികേഷ് നിനക്ക് എന്ത് പറ്റി? സുധീഷ് മനസ്സിൽ പറയണ, അവൻ ചിന്തിക്കുന്നത് സുധീഷ് ഏട്ടനെ ഡിവോഴ്സ് ചെയ്തോ, പക്ഷെ ഏട്ടത്തി ഇവിടുന്ന് പോകരുതെന്നായിരിക്കും. എന്താടാന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കണ, ഏട്ടത്തി ഇവിടുന്ന് പോകില്ലല്ലോ. സുധീഷ് മനസ്സിൽ പറയണ, അവന്റെ ടെൻഷൻ ഇതാ. അപ്പൊ നിധി പറയുന്നു, ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയാ ഞാൻ ഡിവോഴ്സ് വാങ്ങാൻ ചിന്തിച്ചത്. ഡിവോഴ്സിന് ശേഷം ഇവിടെ താമസിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതായിരിക്കും നല്ല തീരുമാനം. ഞങ്ങൾ ഇന്ന് തന്നെ പോയി അഡ്വക്കേറ്റിനെ കാണാം. സുധീഷ് പോകാലോ? പോകാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ സുധീഷിനെ വിളിക്കാം. സുധീഷ് നേരെ അഡ്വക്കേറ്റിന്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് ഹരീഷും നീതുവും വർക്ക്ഷോപ്പിലിരുന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. ഇന്നലെ ഹരീഷിനെയും നീതുവിനെ ഒരുമിച്ച് കണ്ട് അച്ഛൻ വഴക്ക് പറഞ്ഞതും വീട്ടിൽ ബഹളം ഉണ്ടാക്കിയതുമായ കാര്യങ്ങളൊക്കെ നീതു ഹരീഷിനോട് പറയുകയാണ്. എന്റെ ചേട്ടനൊപ്പം നാട്ടിലുണ്ടെന്ന് നീതു പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, നീതുവിന്റെ ചേട്ടൻ പുറത്താണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നീതു പറയുന്നു, ഇനി എന്റെ ചേട്ടൻ പോകുന്നില്ലെന്ന്, ഇവിടെ തന്നെ കാണുമെന്ന്. ഈ സമയം ബൈക്കിൽ ആവടി വരുന്ന നീതുവിന്റെ ചേട്ടൻ ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന ഹരീഷിനെയും നീതുവിനെയും കാണുകയാണ്. ദേഷ്യത്തോടു കൂടി അവരെ ഒന്ന് നോക്കിയിട്ട് ബൈക്കിൽ മുന്നോട്ട് പോവുകയാണ് നീതുവിന്റെ ചേട്ടൻ. തുടർന്ന് വീട്ടിലേക്ക് വന്ന നീതുവിന്റെ ചേട്ടൻ ദേഷ്യത്തോടു കൂടി അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയാണ്. ഹരീഷും നീതുവും കൂടി ചിരിച്ച് സംസാരിച്ചു കണ്ടതും അവരുടെ അടുപ്പത്തെ കുറിച്ച് ചോദിക്കുകയുമാണ് നീതുവിന്റെ ചേട്ടൻ. ഇത് കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് നീതു പതിയെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് വന്ന ചേട്ടൻ നീതുവിനെ പിടിച്ചു വലിച്ച് അച്ഛന്റെ അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഹരീഷിനെ കുറിച്ച് ചോദിക്കുകയാണ്. നീ എന്തിനാ ആ മെക്കാനിക്കിനെ കാണാൻ പോകുന്നതെന്ന് നീതുവിന്റെ ചേട്ടൻ ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഹരീഷിന് എന്താ ഒരു കുറവ്? നിന്നെക്കാട്ടിലും കൊള്ളാം. നീതുവിന്റെ അമ്മ പറയുന്നു, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവനോട് സംസാരിക്കരുതെന്ന്? നിനക്കത് മനസ്സിലാകില്ലേ? കാശുള്ള വീട്ടിലെ ഒരു ചെറുക്കനെ നോക്കി നിനക്ക് പ്രണയിച്ചൂടായിരുന്നു. നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെയാണോ നിനക്ക് പ്രണയിക്കാൻ കിട്ടിയത്? ഇത് കേട്ട് നീതു പറയുകയാണ്, ഞാൻ പ്രേമിച്ചതല്ല അപ്പൊ അമ്മയുടെ പ്രശ്നം, അവന് കാശില്ല എന്നുള്ളതാണ്. അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, സൗകര്യമുണ്ടോ സൗകര്യം ഇല്ലോ എന്നുള്ളതൊന്നുമല്ല, ആ വീടിന് ഈ നാട്ടുകാർ എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടോ? ആ വീട്ടിൽ 5 ആണുങ്ങളുണ്ട്, ആർക്കെങ്കിലും ഈ നാട്ടുകാർ വില കൊടുക്കുന്നുണ്ടോ? അത്രയ്ക്ക് മോശമായ ഒരു കുടുംബത്തിലെ പയ്യനെയാണോ നിനക്ക് വേണ്ടത്? നീതുവിന്റെ അമ്മ പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞാൽ ഈ കഴുതയ്ക്ക് മനസ്സിലാകും. നീതുവിന്റെ ചേട്ടൻ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ തോന്നിയടി അവനെ പോലെ ഒരുത്തനെ പ്രണയിക്കാൻ? അപ്പൊ നീതു പറയണ, നിന്നെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവളോട് ഞാൻ ഇത് തന്നെ ചോദിക്കാം, നിന്നെ പോലെ അല്ല എന്റെ ഹരീഷ്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നീതുവിനെ തല്ലുകയാണ് ചേട്ടൻ. കയ്യിൽ കിട്ടിയതെടുത്ത് നീതുവും ചേട്ടനെ തല്ലുന്നു. അച്ഛനും അമ്മയും കൂടി അവരെ പിടിച്ചു മാറ്റുകയാണ്. അമ്മ ചോദിക്കുന്നു, നീ എന്തിനാടി നിന്റെ ചേട്ടനെ തല്ലുന്നത്? ഇത് കേട്ട് നീതു ചോദിക്കണം, അവൻ എന്നെ തല്ലിയത് അമ്മ കണ്ടില്ലേ? ദേ നോക്ക്, എനിക്ക് ഹരീഷിനെ ഇഷ്ടാ. ഞാൻ ഒരുപാട് കാലം പുറകെ നടന്നിട്ടാ അവൻ ഓക്കെ പറഞ്ഞത്. ഇടയ്ക്ക് കയറി നശിപ്പിച്ചാലുണ്ടല്ലോ. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, ഓ നീ അവനെ കല്യാണം കഴിക്കാനാണോ? അപ്പൊ നീതു പറയുകയാണ്, പ്രണയിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല, ഉറപ്പായിട്ടും ഞാൻ അവനെ കല്യാണം കഴിക്കും. ഇത് കേട്ട് അമ്മ പറയുന്നു, കാണാടി ആ മെക്കാനിക്കിനെ നീ എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇനി നീ അവനോട് സംസാരിക്കുമെന്ന് ചോദിച്ച് ചേട്ടൻ വീണ്ടും നീതുവിനെ തല്ലുകയാണ്. ഓടാന്ന് പറഞ്ഞ് നീതുവിനെയും ചേട്ടനെയും പിടിച്ചു മാറ്റി അച്ഛൻ നീതുവിന്റെ ചേട്ടനെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. നീതുവിനെയും കൂട്ടി അമ്മ അകത്തേക്ക് പോകുന്നു. നീതുവിന്റെ നേരെ വിരൽ ചൂണ്ടി അമ്മ പറയുന്നു, ഇനി അവനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടാൽ നിന്റെ പഠിത്തം നിർത്തും ഞാൻ. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് നീതു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസ്
വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്